ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ വരാൻ പോകുന്ന വിഷ്വൽ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. യൂട്യൂബിനെ ഒരു റിഫ്രഷ് ഡിസൈനിലേക്ക് കൊണ്ടുവരിക എന്ന മോട്ടീവോട് കൂടിയാണ് ഈ പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോയ്ക്ക് നമുക്ക് കമൻറ്റ് ചെയ്തതിൽ നിന്നും ആരാണ് വിജയി എന്ന് നോക്കാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് വിജയി. ഞാൻ ഇവരുടെ ചാനൽ ലിങ്ക് എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ കമ്മ്യൂണിറ്റി ടാബിലെല്ലാം നൽകാം. നിങ്ങൾ ഇവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വീഡിയോയ്ക്കും ഇതുപോലെ ഒരു ഫ്രീ പ്രൊമോഷനെല്ലാം ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക. യൂട്യൂബ് വിഷ്വൽ അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന ആദ്യത്തെ അപ്ഡേറ്റ് ഇത് തംബ്നെയിൽ അതുപോലെ ബട്ടൺസ് ഇവയുടെ കാര്യത്തിലാണ്. യൂട്യൂബ് തംബ്നെയിലിന് അതുപോലെ ബട്ടൺസ് എല്ലാം ഒരു റൗണ്ട് ഡിസൈനോട് കൂടിയാണ് ഇനി വരാൻ പോകുന്നത്. അതുപോലെ സബ്സ്ക്രൈബ് ബട്ടൺ ഇത് ഇനി റെഡ് കളറിലായിരിക്കില്ല എന്നാണ് യൂട്യൂബ് അറിയിച്ചിരിക്കുന്നത്. സബ്സ്ക്രൈബ് ബട്ടൺ കൂടുതൽ സ്റ്റാൻഡേർഡൈസ് ചെയ്യുക, അതുപോലെ ആർക്കും പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് സബ്സ്ക്രൈബ് ബട്ടന്റെ ഡിസൈൻ ചേഞ്ചസ് വരുത്തുക, ഇതെല്ലാമാണ് ഈ പുതിയ അപ്ഡേറ്റിന്റെ ലക്ഷ്യം. അതുപോലെ ഒരു വീഡിയോ എല്ലാം പ്ലേ ചെയ്യുമ്പോൾ നമ്മുടെ ചാനൽ നെയിമിന് അടുത്തായി തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ പ്ലേസ് ചെയ്യാൻ പോവുകയാണ്. അതിനാൽ തന്നെ ഈസിയായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാനെല്ലാം സാധിക്കും. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇത് ചാനൽ ഹാഷ്ടാഗിന്റെ കാര്യത്തിലാണ്. നമ്മൾ വീഡിയോയ്ക്ക് ഹാഷ്ടാഗ് എല്ലാം കൊടുക്കുന്നവർക്കറിയാം, ആ വീഡിയോയിൽ ബ്ലൂ കളറിലാണ് ഹാഷ്ടാഗ് എല്ലാം കാണിച്ചിരുന്നത്. എന്നാൽ ഇനി ഈ ബ്ലൂ കളർ ഒഴിവാക്കാൻ പോവുകയാണ്. അടുത്തതായി വീഡിയോസിന്റെ വ്യൂവിംഗ് എക്സ്പീരിയൻസ് എല്ലാം വർദ്ധിപ്പിക്കുന്നതിന് ഒരു അടിപൊളി ഫീച്ചറാണ് യൂട്യൂബ് കൊണ്ടുവരാൻ പോകുന്നത്. ആംബിയൻ മോഡ് എന്നാണ് ഈ ഫീച്ചർ അറിയപ്പെടുന്നത്. ഒരു ലൈറ്റ് എഫക്റ്റ് യൂസ് ചെയ്ത് ഡാർക്ക് തീമിൽ വീഡിയോസ് എല്ലാം കാണുന്നത് കൂടുതൽ മനോഹരമാക്കുക എന്നതാണ് ആംബിയൻ മോഡിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഡാർക്ക് മോഡ് ഓൺ ചെയ്ത് ഈ ചേഞ്ചസ് ആസ്വദിക്കാൻ സാധിക്കും. ഡാർക്ക് തീമിന്റെ മറ്റു പ്രത്യേകതകൾ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ കളേഴ്സ് എല്ലാം ഉജ്ജ്വലമായി കാണാൻ സാധിക്കും. അതുപോലെ ഡാർക്ക് തീമിൽ നമ്മൾ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നമ്മുടെ ബാറ്ററിയുടെ പവർ എല്ലാം സേവ് ചെയ്യാൻ സാധിക്കും. യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന URLന്റെ കാര്യത്തിലും പുതിയ അപ്ഡേറ്റ്സ് എല്ലാം വരുന്നുണ്ട്. URL എല്ലാം ക്ലിക്കബിൾ ബട്ടൺ ഫോർമാറ്റിലേക്ക് മാറ്റും. അതിനാൽ തന്നെ URL എല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാനെല്ലാം സാധിക്കും. ഇനി പ്ലേലിസ്റ്റിന്റെ കാര്യമെടുത്താലും അടിമുടി മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത്. അതായത് അതിൻ്റെ ഡിസൈൻ, ഫീൽ ഇവയിലെല്ലാം തന്നെ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അടുത്ത ഒരു അപ്ഡേറ്റ് ഇത് ചാനൽ മെമ്പർഷിപ്പിന്റെ കാര്യത്തിലാണ്. നിങ്ങൾ മൊബൈൽ ഫോണിലൂടെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ജോയിൻ ബട്ടൺ നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ കാണാൻ സാധിക്കൂ. മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് ജോയിൻ ബട്ടൺ അതുപോലെ സബ്സ്ക്രൈബ് ബട്ടൺ എല്ലാം കൊടുത്ത് ആ ഒരു പേജിന്റെ ഭംഗി നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പുതിയ അപ്ഡേറ്റ് കൊണ്ടുവരുന്നത്. വളരെ താമസിയാതെ ഈ ഡിസൈൻ ചേഞ്ചസ് എല്ലാം നമുക്ക് യൂട്യൂബിൽ കാണാൻ സാധിക്കും. വ്യൂവേഴ്സിനും അതുപോലെ ക്രിയേറ്റേഴ്സിനും ഇഷ്ടപ്പെടുന്ന തരത്തിലേക്ക് ഡിസൈൻ മാറ്റം വരുത്തുക എന്നതാണ് യൂട്യൂബിന്റെ പ്രധാന ലക്ഷ്യം. ഇനി യൂട്യൂബിൽ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട 2 അപ്ഡേറ്റുകളെ കുറിച്ചാണ് പറയുന്നത്. ആദ്യത്തേത് പിഞ്ച് ടു സൂം എന്ന ഫീച്ചറാണ്. വീഡിയോയിലെ സീക്വൻസ് ഇത് നിങ്ങൾക്ക് സൂം ചെയ്ത് കൂടുതൽ വ്യക്തമായി കാണാനെല്ലാം പുതിയ ഫീച്ചർ കൊണ്ട് സാധിക്കും. അപ്പോൾ വീഡിയോ പ്ലേ ചെയ്ത് പിഞ്ച് ചെയ്ത് ഒരു സ്പെസിഫിക് മൊമെന്റ് എല്ലാം നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയി എല്ലാം കാണാൻ സാധിക്കും. ഇനി രണ്ടാമതായി വരുന്ന ഒരു അപ്ഡേറ്റ് ആണ് പ്രിസൈസ് സീക്കിംഗ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ വീഡിയോ കുറച്ച് മുന്നോട്ട് അല്ലെങ്കിൽ പുറകിലേക്കെല്ലാം കൊണ്ടുവരുമ്പോൾ ആ വീഡിയോയിൽ തന്നെ നമുക്ക് നമ്മുടെ സ്ലൈഡ് ബാറിന് താഴെയായി തംബ്നെയിൽ അതിൻ്റെ വിഷ്വൽസ് എല്ലാം കാണാൻ സാധിക്കും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അതിനാൽ തന്നെ സ്ലൈഡ് ബാറിന് താഴെ വന്നിരിക്കുന്ന വിഷ്വൽസ് നോക്കി നമുക്ക് എവിടെ നിന്നാണ് വീഡിയോ പ്ലേ ചെയ്യേണ്ടത് എന്നെല്ലാം പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം.